பாவங்கள் போக்காவே சாபங்கள் நீக்காவே பூலோகம் வந்தாரையா. மனிதரை மீட்காவே பரலோகம் திரண்டாவே சிலுவையில் சுகந்தாரை. பாவங்கள் போக்காவே சாபங்கள் நீக்காவே பூலோகம் வந்தாரையா. மனிதரை மீட்காவே பரலோகம் திறக்காவே சிலுவையில் சுகந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்த தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்ன தேடி வந்தாரையா. நான் தேடி போகவில்லை, என்ன தேடி வந்தாரையா. നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് ആക്ഷനിലേക്ക് പോയാലോ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പാസ്റ്റർകൾ പറഞ്ഞു, പുറകിൽ നിൽക്കുന്ന പാസ്റ്റർമാരൊക്കെ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, ഒന്ന് അവരോട് പറയണേ, കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഓക്കെ കൂട്ടുകാരെ, നമുക്കിത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണല്ലോ, ഇതിൻ്റെ ആക്ഷനും അപ്പം നിങ്ങൾക്കറിയാം അല്ലേ? കള്ളം പറയില്ലേ. ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്തെന്നേഷ്യോ പാടാനെങ്കിലും അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, നമുക്കെന്നാൽ പോയല്ലോ അച്ഛാ. അല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ആക്ഷൻ കളിക്കും. ഓക്കെ നമുക്കൊന്ന് പോയാലോ. ഇനി കൈ അടിക്കല്ലേ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, തലയ്ക്ക് മുകളിൽ എല്ലാവരും കൈ കൊണ്ടുവന്ന തലയ്ക്ക് മുകളിൽ ചേർത്തടിച്ച് ഒന്നുകൂടെ. ചെയ്യാം. പാവങ്ങൾ പോക്കാവേ സാവങ്ങൾ നീക്കാം, മനിതനെ നീക്കാവേ പരലോകം ചേർന്ന് പാവങ്ങൾ മനിതനെ നീക്കാവേ പരലോകം കണ്ണീരെ തുடைத்தாரையா. സന്തോഷം മോയിക്കണേ. കണ്ണീരെ തുடைத்தார். ഒരിക്കൽ കൂടി കണ്ണീരെ ചേർന്ന് കാണിക്കാം. കണ്ണീരെ തുடைத்தாർ. സന്തോഷം തந்தாരയ്യ. കണ്ണീരെ തുடைத்தாരയ്യ. സന്തോഷം തந்தாരയ്യ.
തലയ്ക്ക് മുകളെല്ലാം കരങ്ങൾ കൊണ്ടുവരാം. തങ്കത്തെ കേക്കാവില്ലേ, വൈരത്തെ കേക്കാവ്, എന്നുള്ളത്തെ കേട്ടാരയ്യ. ആസിയെ കേക്കാവില്ലേ, അന്തസ്തെ കേക്കാവ്, ഉള്ളത്തെ കേട്ടാരയ്യ. തങ്കത്തെ കേക്കാവില്ലേ, വൈരത്തെ കേക്കാവില്ലേ, എന്നുള്ളത്തെ കേട്ടാരയ്യ. ആസിയെ കേക്കാവില്ലേ, അന്തസ്തെ കേക്കാവില്ലേ, എന്നുള്ളത്തെ. ഞാൻ തേടി എന്നെ തേടി ചെയ്യാം ഞാൻ തേടി എന്നെ തേടി ഞാൻ തേടി എന്നെ തേടി ഞാൻ തേടി പോകാവില്ലേ, എന്നെ തേടി വന്നാരയാ. ഓക്കെ, വൈപ്പിയിലെ അച്ചച്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വന്നാൽ കൂട്ടുകാർക്ക് ഇച്ചിരി കൂടെ സന്തോഷമായിരിക്കും. കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പോട്ടിലേക്ക് വരേണ്ടവർക്ക് വരാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും വരാം. നമുക്ക് ഒന്നിച്ച് കുറച്ച് നേരം നമുക്ക് ഒന്നിച്ച് കുറച്ച് സമയം കൂടെ ഉള്ളൂ. വൈപ്പിലെ അച്ചച്ചന്മാർ ഇന്ത്യ നല്ലൊരു ക്ലാപ്പ് കൊടുത്താലേ അവർ മുമ്പോട്ട് വരത്തുള്ളൂ. നല്ലൊരു ക്ലാപ്പ് കൊടുത്തോണ്ടിരുന്നു, അവർ മുമ്പോട്ട് വരികയാണ്. എനിക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല. ജോയ്സ് അച്ചാനൊക്കെ എന്ത് ചെയ്യും? ജോയ്സ് അച്ചാൻ മുമ്പ് ഇവിടെ സ്റ്റേജിലിരുന്ന അച്ചച്ചന്മാരൊക്കെ. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്കും വേണമെങ്കിൽ മുമ്പോട്ട് വരാം. ഇത് നമ്മുടെ ക്യാമ്പാണ്. നമുക്ക് എത്ര ആന്റിമാരെ, കുഞ്ഞുങ്ങളെ, അങ്കിളുമാരെ, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് മുമ്പോട്ട് വരാം. നല്ലൊരു കൈയുടെ എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് വരേണ്ടവർക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഓക്കെ, അതെ നിങ്ങൾ ഓക്കെ, നല്ലൊരു കൈയുടെ കൊടുത്ത് അച്ഛന്മാർ മുമ്പോട്ട് വരുന്നുണ്ട്. ചേച്ചിമാരെ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം, ആർക്ക് വേണമെങ്കിലും മുമ്പോട്ട് വരാം. എല്ലാവർക്കും നമുക്ക് ഈ സ്റ്റേജിന് അടുത്തോട്ട് വരാം. കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ സ്റ്റേജിന് അടുത്തോട്ട് വരാം. ഓക്കെ, നിങ്ങൾ ഈ പാസ്റ്റർമാരിയ്ക്കുന്നുള്ള ചിന്ത മുമ്പോട്ട് വന്നാട്ടെ. അയ്യേ നാണക്കേട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തുടങ്ങി. കൂട്ടുകാരെ നിങ്ങൾക്കും വരാം. ബോയ്സ് എല്ലാ അച്ഛന്മാർക്കും നിങ്ങൾക്ക് മുമ്പോട്ട് വരണമെങ്കിൽ മുമ്പോട്ട് വരാം. അയ്യോ നാണക്കേട്. പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളെല്ലാം അവിടെ നിൽക്കുക. നാണക്കേടും. മുമ്പോട്ട് വാ. ഒരാൾ വന്നാ മതി. ഇപ്പൊ എല്ലാവരും കൂടെ വരും. ഒറ്റയാൾ വന്നാ മതി. വാ മോനെ. നല്ലൊരു എല്ലാവർക്കും അച്ഛന്മാർ മുമ്പോട്ട് വരുന്നു. ഓക്കെ, വന്നേ. വരുന്നവർക്കെല്ലാം ഓരോ സമ്മാനമുണ്ട്. ആര് വരും? സമ്മാനമുണ്ട്. ആ തലയ്ക്ക് മുകളിൽ കൈ കൊണ്ടുവാ അച്ഛന്മാരെ.
പാപങ്ങൾ പോക്കാവെ ശാപങ്ങൾ നീക്കാവെ ഭൂലോകം വந்தாരയ്യ മനിതനെ മീക്കാവെ പരലോകം തിരക്കാവെ സിലുവയിൽ സുഖം താരയ്യ പാപങ്ങൾ സന്തോഷം തന്താരയ്യ കണ്ണീരേ കണ്ണീരേ തുടത്താരയ്യ സന്തോഷം ആ കണ്ണീരൊന്ന് തുടച്ചേ കണ്ണീരേ തുടത്താരയ്യ സന്തോഷം തന്താരയ്യ കണ്ണീരേ കണ്ണീരേ തുട ഓ തങ്കത്തെ കേക്കാവില്ലേ വൈരത്തെ കേക്കാവില്ലേ ഉള്ളത്തെ കേട്ടാരയെ അസ്ഥിയെ അസ്ഥിയെ കേക്കാവില്ലേ അന്തസ്തെ കേക്കാവില്ലേ ഉള്ളത്തെ കേക്കാരയ തങ്കത്തെ കേക്കാവില്ലേ വൈരത്തെ കേക്കാവില്ലേ ഉള്ളത്തെ കേട്ടാരെ അസ്ഥിയെ അസ്ഥിയെ കേക്കാവില്ലേ അന്തസ്തെ കേക്കാവില്ലേ ഉള്ളത്തെ ഞാൻ തേടി എന്നെ തേടി തേടി വന്നാൽ ഞാൻ തേടി എന്നെ തേടി വന്നാൽ ഞാൻ തേടി പോകാവില്ലേ എന്നെ തേടി വന്നാരയ്യാ എന്ത് ഒന്നുകൂടെ വേണോ വേണ എന്തൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, നമ്മുടെ സമയം കുറച്ചുകൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്യാമ്പിന് ഞാൻ ഒന്ന് പഠിപ്പിക്കാം. ഓക്കെ, ഈ വന്ന 5 പേരുടെ പേര് ഇതാണ് കേട്ടോ. ഈ വന്ന 5 പേരുടെ പേര് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരും. ഓക്കെ, സന്തോഷമാണോ നിങ്ങൾക്ക്? സന്തോഷമാണോ? അടുത്തിരിക്കുന്നവരോടൊന്ന് ചോദിച്ചേടാ, സന്തോഷമാണോ ചോദിച്ചേ. നീ പിന്നെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചേ. മോനെ ചോദിച്ചോ, സന്തോഷമാണോ ചോദിച്ചു. ഓക്കെ, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് പ്രത്യേകം ഇവിടെ എനിക്ക് കടന്നു വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വൈപ്പിയുടെ ക്യാമ്പിന് നിങ്ങളെപ്പോലെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു IPC-കാരനാണ്. PVPയുടെ ക്യാമ്പുകളിൽ പോകാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ വൈപ്പിയുടെ ക്യാമ്പുകളിലും ഞാൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. കാരണം പ്രത്യേക ഒരു ദൈവസാന്നിധ്യം വൈപ്പിയുടെ ക്യാമ്പുകളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്.
കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകത്താൽ നിറയുന്നത് കണ്ടിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ കുറച്ച് സമയം കൂടെ ഉള്ളൂ, എനിക്കിനി കുറച്ച് മിനിറ്റുകളും കൂടെ ഉള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു ശുശ്രൂഷ ഇവിടെ കണ്ടു. ഒരു ഫാമിലിക്ക് നമ്മുടെ CM അല്ലേ ഒരു ഗിഫ്റ്റ് കൊടുക്കാനിടയായി തീർന്നു, ഭവനം കൊടുക്കാനിടയായി തീർന്നു. ഞാനിത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പ്രിയ വൈറേജി പാസ്റ്റർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങൾ പലപ്പോഴും പ്രചോദനമാകാറുണ്ട്. ഞാൻ എൻ്റെ ഒരു പഴയല്ല എൻ്റെ കുറേ നാൾ പുറകിലേക്ക് ഞാനൊന്ന് പോകുവാനിടയായി തീർന്നു. കൂട്ടുകാർ, നിങ്ങളിവിടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കി, അവരുടെ മുഖത്തോട്ടൊക്കെ നോക്കിയേ. നീ അവിടെ തന്നെ ആണോ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചേ. ഓക്കെ, ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം എനിക്കും ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലായ്മകളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒരു കാര്യം ആഗ്രഹിച്ചാൽ എനിക്ക് ആ കറക്റ്റ് സമയത്ത് കിട്ടാത്ത പല അനുഭവങ്ങളും പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പലരും സഹായിച്ചിട്ടുണ്ട്, പലരും സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്ന് ദൈവത്തെ ഉയർത്തുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നവരെയും മക്കളെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ വെളിച്ചത്തിലാണ് പറയുന്നത്. ചെറുപ്പത്തിലൊക്കെ ഈ റബ്ബറും തോട്ടമുണ്ട്, ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ വന്ന് നിന്നിട്ട് ഓരോ മരങ്ങളെയും മനുഷ്യരായി കണ്ടിട്ട്, ജനലക്ഷങ്ങളായി കണ്ടിട്ട്, ആ സമയം അതുങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പാട്ട് പാടുമായിരുന്നു. നിങ്ങളിൽ പലരും അങ്ങനെ പാടിയിട്ടുണ്ടായിരിക്കാം. ഞാൻ പാട്ട് പാടുമായിരുന്നു. സ്വന്തം റബ്ബർ തോട്ടമൊന്നും അല്ല, വല്ലവൻ്റെ റബ്ബർ തോട്ടമാണ്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പാട്ട് പാടുമായിരുന്നു. അന്ന് സ്വപ്നം കാണാൻ പറ്റുന്ന ഒന്നും എൻ്റെ മുമ്പിലില്ലായിരുന്നു. കൈ പിടിച്ച് നടത്താൻ പുറത്തുനിന്ന് ഒരാൾ എൻ്റെ ലൈഫിലില്ലായിരുന്നു. സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് ഇല്ലാതാകാനുള്ള പല വാക്കുകളും ഞാൻ കേട്ടു. കാരണം സ്വപ്നം കാണാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു എൻ്റെ ലൈഫിൽ. ദാരിദ്ര്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇല്ലായ്മകൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിൻ്റെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പലരിൽ നിന്ന് അവഗണിക്കപ്പെടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, അതിലൂടെയൊക്കെ എൻ്റെ ദൈവം എന്നെ കടത്തി വിട്ടത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കാനാണ്. കുഞ്ഞുങ്ങളെ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ഈ സാഹചര്യം ഇപ്പോൾ നമ്മൾക്കെതിരായിരിക്കാം, ഇത് നടക്കാൻ ഒരു സാധ്യതകളും ഇല്ലായിരിക്കാം, ഒരു സാധ്യതയില്ലായിരിക്കാം. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ അതിലും വലിയ സ്വപ്നമാണ് ദൈവം നമ്മളെപ്പറ്റി കണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളിൽ പലപ്പോഴും നമുക്ക് എത്തപ്പെടാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വപ്നം നിവർത്തിക്കും. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ സ്വപ്നം നമ്മളിൽ നിവർത്തിക്കും. ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങളിൽ നിവർത്തിക്കും. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദനയായിരിക്കാം ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഞാനിപ്പോഴും ആ സമയം ഓർക്കുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, വല്ല വാഴപ്പിണ്ടി വല്ലവായിരുന്നെങ്കിൽ വെട്ടിക്കളയായിരുന്നു. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്നെയാ എൻ്റെ ദൈവം എന്നിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കുഞ്ഞ്, നിൻ്റെ സ്വപ്നത്തെ വെട്ടിക്കളയാൻ, നിൻ്റെ ഉയർച്ചയെ വെട്ടിക്കളയാൻ, നിൻ്റെ വളർച്ചയെ വെട്ടിക്കളയാൻ നിന്നെ സ്നേഹിക്കുന്നവർ പോലും നിൻ്റെ ചുറ്റും കാണും. പക്ഷെ ഇന്ന് വിളിച്ചു പറയട്ടെ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിന്നെ കാണിച്ച സ്വപ്നങ്ങളൊന്നും അത് നിൻ്റെ സ്വപ്നങ്ങളല്ല, അത് ദൈവത്തിന് നിന്നോടുള്ള സ്വപ്നങ്ങളാണ്. അത് എത്ര പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും എൻ്റെ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എത്ര കുഞ്ഞുങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ?
നമുക്കൊരു പാട്ടിൻ്റെ വരികൾ പാടാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലർ കേട്ടിട്ടില്ലായിരിക്കാം. ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനന്നും ഇന്നും. ഒന്ന് പാടുമോ? ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനന്നും ഇന്നും. ഇങ്ങോട്ടൊന്ന് പാടാം. ചങ്ങാതിയായി ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനന്നും ഇന്നും. ഇവിടെ കുഞ്ഞുങ്ങളൊന്ന് ചേർന്ന് പാടാം. ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനന്നും ഇന്നും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം ഒന്ന് പറഞ്ഞാട്ടെ. പരിഹാരിയായി ഉത്തരം തരുവാൻ ഉത്തരം ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം ചേർന്ന് പറയാം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. ചേർന്ന് പറയാം. എൻ ജീവനാ എൻ ജീവനാ എൻ ജീവനാ എൻ ജീവനാ എൻ ദൈവമേ. ഒരിക്കൽ കൂടി പാടാം. പ്രശ്നങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങൾ മാത്രം ചേർന്ന് പരിഹാരിയായി ഉത്തരം തരുവാൻ ഉത്തരം ഓടിയെത്തി. സഹോദരന്മാരൊന്ന് പാടുമോ? ഓ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഉത്തരം തരുവാൻ ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാനോ
മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. ഒന്ന് പാടുമോ? എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. ഈ ശബ്ദം വരെ ഉറക്കെ പാടാം. എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശു. കൂട്ടുകാരെ ഉറക്കെ പാടിക്കും. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാ സഖിയാണൻ യേശുവല്ലോ. ഒരിക്കൽ കൂടി ഉറക്കെ പാടാം. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി പാടുമോ? എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓ ചേർന്ന് പാടാം. എൻ ജീവന അക്കരങ്ങളെല്ലാം ഉയർന്നു നിൽക്കട്ടെ സ്വർഗത്തിലേക്ക്. ഓ എൻ ജീവന, എൻ ജീവന, എൻ യേശുവേ, എൻ യേശുവേ, എൻ ജീവന, എൻ ജീവന. ഓ എൻ ജീവന, എൻ ജീവന, എൻ ദൈവം. ചേർന്ന് പറയാം. എൻ ജീവന, എൻ ജീവന. ഓ എൻ ജീവന, എൻ ജീവന, എൻ യേശുവേ, എൻ യേശുവേ. എത്ര പേർക്ക് ഉള്ളിൽ നിന്ന് പറയാൻ പറ്റും എൻ്റെ ജീവനാണ് എൻ്റെ യേശു എന്ന്? ഇന്നും ഇപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാത്ത പല കൂട്ടുകാരുണ്ട്. എനിക്ക് നിങ്ങളെ കാണാം. ഒരു പക്ഷെങ്കിൽ യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ഇത് ഒരു ക്യാമ്പായിരിക്കാം, അടിച്ചു പൊളിച്ചിട്ടൊന്ന് പോകാനായിരിക്കാം പലരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ചിരിച്ചു കളിച്ചിട്ട് പോകാനായിരിക്കാം. പക്ഷെങ്കിൽ എല്ലാ കൂട്ടുകാരും അങ്ങനല്ല. ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോഴും വേദനകൾ വരുമ്പോഴും നിരാശകൾ വരുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ പ്രിയ ദേവദാസൻ മുമ്പ് പറഞ്ഞു, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചു യാക്കോബിനെ. എല്ലാ അനുഗ്രഹവുമായിട്ട് യാബോക്ക് എന്ന കടവിൽ വന്ന് നിൽക്കുക. നിങ്ങൾക്ക് ആ രംഗമൊക്കെ അറിയാം. യാബോക്ക് എന്ന കടവിൽ വന്ന് നിൽക്കുവാണ്. കൂട്ടുകാരെ, നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. യാബോക്ക് എന്ന കടവിൽ വന്ന് യാക്കോബ് വന്ന് നിൽക്കുക. കൂട്ടുകാരെ, നമ്മളെപ്പോലെ കേട്ടോ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാം ദൈവം നമ്മുടെ കയ്യിൽ തരും. എല്ലാം തരും, എല്ലാം തരും. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ നിനക്കും തരും, മോളെ നിനക്കും തരും. ദൈവം എല്ലാം തരും, എല്ലാം തരും. പക്ഷേ ഈ കിട്ടിയ നന്മയും കൊണ്ട് നിനക്ക് ഓടാമെന്ന് നോക്കിയാൽ നടക്കത്തില്ല. നിനക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് നീ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. നിനക്ക് ഇച്ചിരി സൗന്ദര്യമുണ്ട് എന്നാൽ അത് വെച്ച് അങ്ങോട്ട് വിലസാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിനക്ക് എന്തുണ്ടെന്ന് നിന്റെ മനസ്സിൽ തോന്നുന്നോ അത് നീ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ യാക്കോബെ നീ ഇസ്രായേലായിട്ട് പുറത്തു വരത്തുള്ളൂ. സൗന്ദര്യം ദൈവം തരും, നല്ല കഴിവ് ദൈവം തരും, നല്ല വിദ്യാഭ്യാസം ദൈവം തരും.
നീ വിചാരിക്കാത്ത തലത്തിൽ ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. പക്ഷെങ്കിൽ കിട്ടിയ നന്മയും കിട്ടിയ അനുഗ്രഹവും കിട്ടിയ സൗന്ദര്യവും വല്ലവും നിൻ്റെ പുറകിൽ കൊണ്ട് കാണിക്കാൻ നിൽക്കാതെ അത് ദൈവത്തിന് മുൻപിൽ നീ സമർപ്പിച്ചാൽ ദൈവം നിന്നെ അതിശയമാക്കി പുറത്തു കൊണ്ടുവരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നു? കൂട്ടുകാരെ, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് എന്തിനാ? നമ്മുടെ അടുത്തിരിക്കുന്നവർ കൊള്ളാമെന്ന് പറയണം, അല്ലേ എന്നെ നോക്കി ആരും. പക്ഷെ നിൻ്റെ ഉള്ളിലിരി പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നീ എന്തുവാ ചിന്തിക്കുന്നതെന്ന് അറിയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നീ എത്ര ചിരിച്ച് കളിച്ച് നിന്നെന്ന് പറഞ്ഞാലും, എത്ര കൂട്ടുകാരോട് തമാശ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര കൂട്ടുകൂടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, കുഞ്ഞെ, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നീ വട്ടപൂജ്യമായിരിക്കും. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നീ വട്ടപൂജ്യമായിരിക്കും. ദൈവത്തിന് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ വേണ്ടത് നമ്മളെ? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. നിന്റെ കഴിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവം ഉപയോഗിച്ചാൽ ഉപയോഗിക്കും, ദൈവം ഉയർത്തിയാൽ ഉയർത്തും. കൂട്ടുകാരെന്നും നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയില്ല. നീ തോളെ കൈയിട്ട് നിൽക്കുന്ന നിന്റെ കൂട്ടുകാരെന്നും നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയില്ലേ. നിന്റെ കൂടെ ഇന്ന് ചിരിക്കുന്ന കൂട്ടുകാർ എപ്പോഴും നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയില്ല. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരും, പ്രശ്നങ്ങൾ വരും, ഇല്ലായ്മകൾ വരും, ഒറ്റപ്പെടൽ വരും, പരിഹസിക്കുന്ന വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അന്നേരം കാണാം ഈ കൂട്ടുകാർ നിന്റെ കൂടെയുണ്ടോ എന്ന്. പക്ഷേ ഏതു സമയത്തും ആര് മാറിയാലും, പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു സർവശക്തനായ ഒരു ദൈവമുണ്ട് കുഞ്ഞെ. ആ ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഇത്, കേട്ടോ. ഇവിടെ കുറച്ച് പുട്ടിയും ഇട്ട് കുറച്ച് പാട്ടും പാടി കൂട്ടുകാരെ നേടിയെടുത്ത് ഇവിടെ നിൽക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ. മറിച്ച് ഇത് നിത്യത വരെ കൊണ്ടെത്തിക്കേണ്ട ഒരു ജീവിതമാണ്. അതിന് നിന്റെ കൂട്ടുകാരെ കൊണ്ട് പറ്റത്തില്ല, നിന്റെ സ്നേഹിതരെ കൊണ്ട് പറ്റത്തില്ല, നിന്റെ മാതാപിതാക്കളെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. ഇത് പറ്റുന്ന ഏക വ്യക്തി അത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ഇന്ന് ദൈവത്തിന് മുൻപിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഈ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് പറയാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനുണ്ടെങ്കിൽ ഈ ദൈവത്തോട് പറയാം, കേട്ടോ. നിന്റെ ഇല്ലായ്മകൾ പറയാം, നിന്റെ ഉള്ളത് പറയാം, എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. കാരണം നഗ്നവും മലർന്നുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകത്തില്ല. നിന്റെ തമാശ കേട്ട് ചിരിക്കാൻ നിന്റെ കൂട്ടുകാർ കാണും. നിന്റെ പ്രതിസന്ധിയിൽ നിന്നെ ഒറ്റപ്പെടുത്താൻ നിന്റെ കൂട്ടുകാർ കാണും. മക്കളെ, ഈ നീ അടുത്ത് നിൽക്കുന്നവർ ഒറ്റ ഒരെണ്ണം നിങ്ങളുടെ കൂടെ കാണത്തില്ല, ഒറ്റ ഒരാൾ പോലും കാണത്തില്ല. അവസാനം വരെ നിൽക്കുന്നത് ദൈവമാണ്. ഈ ദൈവത്തിനെ നിന്നെ നിത്യതയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിന്റെ കഴിവിനോ നിന്റെ മിടുക്കനോ നിന്റെ പ്രാപ്തിക്കോ ഒന്നിനും നിന്നെ നിത്യതയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ കർത്താവിന് മാത്രമേ നിന്നെ നിത്യതയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കൂട്ടുകാരെ, ഈ ക്യാമ്പ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹമായി തീരട്ടെ. നിത്യതയെ സ്വപ്നം കാണുവാൻ, നിത്യതയെ സ്വപ്നം കാണുവാൻ. പാട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, മണ്ണെ പ്രതി മാണിക്യത്തെ ഞാൻ വിടുകയില്ല, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ. കൂട്ടുകാരെ, നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക, വാ 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 വന്ന് ഞങ്ങളെ അങ്ങ് സ്വീകരിക്കാനാണ് പറയുന്നത്. പക്ഷെ ഇത് നിന്നെ കൊണ്ടെത്തിക്കുന്ന 6 അടി കുഴിക്കകത്തോട്ട് കൊണ്ടെത്തിക്കും. പക്ഷെ അവിടെ നിന്ന് നീ ഉയർക്കണമെങ്കിൽ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് പറന്ന് നമ്മളങ്ങോട്ട് പോകത്തുള്ളൂ.